നമ്മൾ ഇന്നലെ ഒരു കാച്ചിൽ കളിച്ചതിൻ്റെ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടു. അത് നമുക്കിന്ന് വേറൊരു കാച്ചിൽ തന്നെയാണ്, പക്ഷേ അത് കളക്കണ്ട, അത് ബക്കറ്റ് കാച്ചിലാണ്. ഉപയോഗശൂന്യമായൊരു ബക്കറ്റ് ഇതിൻ്റെ അകത്തൊരു കാച്ചിലിൻ്റെ ഒരു ചെറിയ കിഴങ്ങ് നമ്മൾ നട്ടിരുന്നതാണ്. നമുക്കത് നോക്കാം, ഇന്നത് ഒന്ന് കളച്ച് നോക്കാം എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. നമ്മുടെ ഒരു ഉപയോഗശൂന്യമായൊരു ബക്കറ്റായിരുന്നു. അതൊരു കിഴിഞ്ഞൊരു ബക്കറ്റിൽ നിറച്ച് മണ്ണ് നിറച്ച് വളമൊക്കെ ഇട്ടിട്ട് നമ്മൾ വെച്ചിരുന്നതാണ്. നമുക്കതിൽ നിന്ന് കളച്ച് നോക്കാം. അതിന് വലിയ കഴിഞ്ഞ ദിവസം വിയർക്കുകയും അണയ്ക്കുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് അതിന് അങ്ങനെയൊന്നും വരികയല്ല. കാരണം ഇതിന് നമുക്ക് വലിയ പണിയില്ല. നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് മണ്ണ് കുടഞ്ഞങ്ങ് ഇട്ടാൽ മതി. ഇതിൻ്റെ മണ്ണ് നിറച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. നമുക്ക് വെള്ളമൊക്കെ നനച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുറച്ച് മണ്ണൊന്ന് മാറ്റിയിട്ട് ഇളക്കി നോക്കാം. കാച്ചൽ എന്തുമാത്രം ഉണ്ടായെന്നുള്ളത്. ഇത് കഴിഞ്ഞ നമ്മൾ ഈ പെയിൻ്റൊക്കെ വാങ്ങിക്കുന്ന ബക്കറ്റായിരുന്നു. അത് ഉപയോഗം കുറച്ച് വെള്ളമൊക്കെ പിടിച്ചു, പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ മറ്റ് ഉപയോഗം നടക്കത്തില്ല. അതുകൊണ്ട് അതിനെ നമ്മളൊരു ഗ്രോ ബാഗ് പോലെ ആക്കി. നമുക്ക് നോക്കാം. അതിൻ്റെ അകത്ത് നമ്മൾ വെള്ളമൊക്കെ അങ്ങനെ നിൽക്കുന്നതിന് ഇത് തൊണ്ടിൻ്റെ കഷ്ണമൊക്കെ ഇട്ടിരുന്നതാണ്. അപ്പോൾ അത് കുടഞ്ഞങ്ങ് ഇട്ടാൽ മതി. നമുക്ക് കാച്ചിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആ കാച്ചിൽ. കുഴപ്പമില്ല, ഒരു ബക്കറ്റ് കാച്ചിൽ, ഒരു ബക്കറ്റ് എന്ന കാച്ചിലാണ്. അപ്പോൾ അത് നമുക്ക് ഇന്നത്തെ ഒരു വിളവെടുപ്പ് ആയിട്ട് ഈ കാച്ചിൽ നമുക്ക് ഇതും കഞ്ഞിക്ക് അടുത്ത ദിവസത്തേക്ക് ഉപയോഗിക്കാം. ഒരു 1.5-2 കിലോ കാണും, കുഴപ്പമില്ല. കാച്ചിൽ നമുക്കിന്ന് അയ്യപ്പൻ കഞ്ഞിക്ക് വേണ്ടി ഇതുകൂടെ ഉപയോഗിക്കാം. ചെറിയ വിളവുകളാണ് ഇതൊക്കെ. ചില പൊടിക്കൈകളുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഇല്ലാത്തതാണ്. ഇച്ചിരി മണ്ണ് നിറച്ച് ഒരു ചെറിയ മുടി എടുത്ത് അവിടോട്ട് വെച്ചാൽ മതി. അത് നമുക്ക് വല്ലപ്പോഴും ഒരു ശകലം വെള്ളമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പം വലിയ ഈ ഭൂമിയൊന്നും ഇല്ലാത്തവർക്കും അത്യാവശ്യം നമുക്ക് ഈ തരത്തിൽ ഇതിൻ്റെ വിളവ് കാച്ചിൽ നന്നായിട്ടുണ്ടാവും. ഇത് നമുക്ക് അത് ചെയ്യാവുന്നതാണ്. എല്ലാവരും അത് ഒന്ന് പരീക്ഷിക്കുക. ടെറസിലുമൊക്കെ ഇത് വളർത്താം, അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെയൊക്കെ ചോട്ടിൽ വെച്ചാലും മതി. ഇച്ചിരി വെള്ളമോ ചിലപ്പോഴൊക്കെ നമ്മുടെ വെജിറ്റബിളിൻ്റെ വേസ്റ്റ് അത് അരിയുന്നതിൻ്റെ ഇതുമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പം എല്ലാവരോടുമായിട്ട് നമ്മുടെ കാച്ചിലിൻ്റെ സന്തോഷം പങ്കുവെക്കുകയാണ്. വീണ്ടും ഒരു കാച്ചിലൂടെ കിട്ടിയ വിവരം എല്ലാവരെയും അറിയിക്കുന്നു. നന്ദി.